ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ടല്ലോ. ഇപ്പോൾ റോഷൻ അവസാനം ക്ലൈമാക്സിൽ നന്ദുചേട്ടനോട് പറയുന്നുണ്ട് ഡയലോഗ്, ലൈക്ക് ഇത് തലയിലാവുന്ന കേസൊന്നും അല്ല, നാളെ പോവാണ്, പിന്നെ അതുകൊണ്ട് ചേട്ടൻ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല എന്നുള്ളത്. ഇത് പലരുടെയും ലൈഫിൽ ഇതുപോലത്തെ സാധനങ്ങളുണ്ട്. ലൈക്ക് ഇറ്റ് ഈസ് സോ റിലേറ്റബിൾ ടു സോ മെനി പീപ്പിൾ ഓവർ ദർ. ഇത് ഇങ്ങനെ പെട്ടെന്ന് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം വരിക, അല്ലെങ്കിൽ ഒരു മീറ്റപ്പ്, ഭയങ്കര ഒരു ഭയങ്കര സംഭവം കൂടിയാണത്. സോ വൈൽ ഷൂട്ടിംഗ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഹാവ് യു ഗൈസ് ടോക്ക്ഡ് അബൌട്ട് ഇറ്റ്? ഈ കാരണം ഇത് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പലരുടെയും ഇടയിൽ, ഇപ്പം പറയുന്നത് ഇപ്പം കല്യാണം കഴിച്ചവർക്കിടയിൽ പോലും ഇത് മുന്നേ സംഭവിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്സിൽ ഉണ്ടാവാറുള്ള ഒരു കാര്യം കൂടി തന്നെയാണല്ലോ. ജസ്റ്റ് വാണ്ട് ടു നോ നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് എന്താണ് ബിഹൈൻഡ് ദ ക്യാമറ. ബിക്കോസ് എനിക്ക് തോന്നുന്നു 26 ദിവസം മാത്രമാണ് ഇതിന്റെ ഷൂട്ടിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബട്ട് ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റിയോ ഇതിനെ ഉണ്ടാക്കാൻ കഴിയുന്ന ചേഞ്ചസോ ദി ഇൻപുട്സ് ഫ്രം യുവർ ടീം? റോഷനും ഞാനും ഷൂട്ട് ചെയ്യാത്ത സമയത്ത് നമ്മുടെ കോൺവെർസേഷൻസ് ഇതൊന്നും അല്ലായിരുന്നു. നമുക്ക് ഓഫ് കോഴ്സ് ഇതിൽ പുറത്തുള്ള വേറൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ്, അത് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴും നമുക്ക് എല്ലാവരുടെ കൂടെയും ഫ്രണ്ട്സ് ആവാൻ കഴിയില്ല. ഒരു പുതിയൊരു സെറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിന്റെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അവിടെ ഒരു ഫെമിലിയർ ഫേസിനെയൊക്കെ കാണുന്നത് ഇറ്റ്സ് ട്രൂലി എ നൈസ് ഫീലിംഗ്. പിന്നെ എന്താണ് ഇത്രയും ഇന്റിമസി ഉള്ള, എന്താണ് കോണ്ടാക്ട് ഉള്ള സീൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ കൈ ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഇയാൾ എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും അടുത്ത് നിന്നാൽ ഇവർക്ക് പ്രശ്നമാവോ ഇല്ലയോ, ഇവർക്ക് ബുദ്ധിമുട്ടാവോ ഇല്ലയോ, ആ ഒരു ഇൻഹിബിഷനെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയാണ് അതൊരു ഫ്രണ്ട് ആവുമ്പോൾ. കാരണം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായാലും അത് ആ മൊമെന്റിൽ എന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്യാനുള്ള ട്രാൻസ്പെറൻസി നമ്മുടെ ബന്ധത്തിലുണ്ട്. അപ്പോ കുഴപ്പമില്ല, എന്തെങ്കിലും നടന്നാലും ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് അറിയാതെ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു ഫിസിക്കൽ ക്രോസിങ്ങോ ബാരിയറോ ഉണ്ടായാലും അത് ആ മൊമെന്റിൽ പറഞ്ഞു തീർത്തിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ്. അത് ചിലപ്പോൾ വേറൊരു സ്ട്രേഞ്ചറായിട്ട്, നമ്മൾ പ്രൊഫഷണലി മാത്രം കാണുന്ന ഒരു ആക്ടറായിട്ട് അത് പെർസ്യൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ട്രൂലി ഹെൽപ്ഫുൾ. ഇനി ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദി അനീഷ് പെർസ്പെക്റ്റീവ്, ഓക്കെ, ഇപ്പം നിങ്ങൾ അതേ ബാറിൽ, രണ്ടാമത്തെ സീക്വൻസിൽ ആ റൂഫ് ടോപ്പ് ബാറിൽ ഇന്ന് സംസാരിക്കുമ്പോഴേക്കും എൻ്റെ എക്സിൽ നിന്നും കുറച്ച് സംഭവങ്ങൾ ലീക്കായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ അവിടെ ഉണരുന്നു ദാ ടിപ്പിക്കൽ അനീഷ് പക്ഷെ അറിയുമ്പോ ഓരോ ഡീറ്റെയിൽസ് അറിയുമ്പോഴും ഇങ്ങനെ എന്നിട്ട് അവിടെ ദാ വരുന്നു അനീഷ് എന്ന മലയാളി മെയിൽ വരുന്നുണ്ടല്ലോ. അതായത് റാദർ ദാൻ കംഫർട്ടിങ് ദി അതർ പേഴ്സൺ, അറിയേണ്ടത് ഓക്കെ ഇത് പോവോ, ഇത് ലീക്കായോ, ഇത് അങ്ങനെ വന്നു കഴിഞ്ഞോ, ഇപ്പോഴും വന്നില്ലേ, ഡിലീറ്റ് ചെയ്യണ്ടേ, അതല്ലേ, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതൊരു വളരെ എന്താണ് ആണുങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഒരു വളരെ ടിപ്പിക്കൽ സാധനമാണ്. പലപ്പോഴും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളിൽ നിന്ന് ആവശ്യം ഒരു ലിസണിങ് ഇയർ ആണ്. നമുക്ക് സൊല്യൂഷൻ വേണ്ട, അത് നമ്മൾ തന്നെ ആലോചിച്ചുണ്ടായിക്കോളാം, കുഴപ്പമില്ല, അതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടാ മതി. കാരണം നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചാണ് സൊല്യൂഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ദാറ്റ്സ് എ വെരി ഡിഫറെന്റ്, ഒരു കോർ ആസ്പെക്ട് ഓഫ് ലൈക്ക് ഫീമെയിൽ സൈക്കോളജി. അങ്ങനെയാണ് ഞാൻ ലൈക്ക് പലതവണയും എന്റെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് എന്തിനാണ് സൊല്യൂഷൻ ഓഫർ ചെയ്യുന്നത്? അത് സൊല്യൂഷനൊക്കെ കണ്ടെത്താനുള്ള മെച്ചൂരിറ്റി എനിക്കുണ്ട്, അതെനിക്കും അറിയാം. ജസ്റ്റ് ലിസൺ. സോ അതും നല്ലൊരു അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ് വാസ് ഷോൺ സോ ബ്യൂട്ടിഫുള്ളി ഓൾസോ. അതെ അതെ അതെ, അത് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ പോലും ഓഡിയൻസിന് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് അത് ചോദിക്കണ്ട, നീ മറ്റൊരു ഔട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. How do you take that? ആ ഒരു മലയാളി കൈൻഡ് ഓഫ് പെർസ്പെക്റ്റീവ്, മലയാളി മെൻ കൈൻഡ് ഓഫ് പെർസ്പെക്റ്റീവ്. അത് മലയാളി മെൻ മാത്രമല്ല, എല്ലാ അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ അത് അങ്ങനെ ചെയ്താലും അത് ഇഫ് ഇറ്റ്സ് ദ റൈറ്റ് മാൻ, അവര് നമ്മൾ പറയുമ്പോ തന്നെ അത് തിരുത്തി മാറ്റിക്കോളും, കുഴപ്പമില്ല, റൈറ്റ് മാൻ ആണെങ്കിൽ. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഇപ്പം ഞാനൊരു വിഡ്ഢിയാണ്, എന്നെ പലർക്കും പറ്റിച്ചിട്ട് പോകാം, പക്ഷെ നിന്നെ ആ കാറ്റഗറിയിൽ പെടുത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ആൻഡ് സ്റ്റിൽ അഞ്ജന വേറൊരു സീനിൽ അനീഷിനെ ബ്ലെയിമും ചെയ്യുന്നുണ്ട്, നീ അന്ന് നിന്നിട്ടില്ല. വാസ് ദാറ്റ് കോൺട്രഡിക്ടറി? ജസ്റ്റ് ഒരു ഡൗട്ടാണ്. പറ്റിച്ചിട്ട് പോയിട്ടില്ല എന്ന് അഞ്ജന പറയുമ്പോൾ പോലും അന്ന് ആ പ്രായത്തിൽ ഞാൻ റെഡി ആയിരുന്നു, പക്ഷെ നീ റെഡി അല്ല എന്നുള്ളൊരു സീക്വൻസിൽ നിങ്ങൾ പറയുന്നുള്ള ഡയലോഗിൽ, അതൊരു കാര്യത്തിൽ അങ്ങനെ ആയിക്കൂടെ? വേണമെങ്കിൽ അയാൾക്ക് അന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു
ഒരു രീതിയിൽ പറ്റിപ്പായിട്ട് കാണാമല്ലോ. then why was that dialogue? എന്തുകൊണ്ട് ഞാൻ അതിൽ പെടുത്തിയിട്ടില്ല നിന്നെ എന്നുള്ളത്, അത് വീണ്ടും ഇവനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വേണ്ടി ഉണ്ടാക്കി അല്ല. ഇവർക്കറിയാം ഇത് പറഞ്ഞിട്ടുള്ളതെല്ലാം ഭയങ്കര എന്താണ് ഒരു ചെകിട്ടത്തടി കൊടുക്കുന്ന പോലെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇവള് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവന് ശരിക്കും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, അത് കാണുന്നുണ്ടല്ലോ ഇഫക്റ്റ്. ഈ ഇത് പറയുന്നത് തോന്നുന്നു മറ്റേ നമ്മുടെ റിലേഷൻ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് എന്തോ ഒരു അവയവം നഷ്ടപ്പെട്ട പോലെയായിരുന്നു. ആ സമയത്താണ് ഇവൾ മനസ്സിലാക്കുന്നത് ആ ബ്രേക്കപ്പിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് ഇവനിലുണ്ടായത്. അപ്പോൾ അതെന്തായാലും കേട്ടപ്പോ ഭയങ്കര സങ്കടം കലർന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അവള് വിചാരിച്ചു ഏറ്റവും വലിയ ഹാർട്ട് ബ്രേക്ക് അവളുടേതാണെന്ന്. അപ്പോൾ ആ സമയത്താണ് അവൾ ആദ്യമായിട്ട് അറിയുന്നത്, ഓ ഓക്കെ എൻ്റെ മാത്രമല്ല, ഇവിടെയും വലിയൊരു ഹാർട്ട് ബ്രേക്ക് നടന്നിട്ടുണ്ട്. ഒരു റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും കൊള്ളുന്നുണ്ട്. അതിന്റെ അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ഒരു എന്താണ് ഒരു സ്റ്റിങ്. ഇപ്പൊ പേട്രിയോട്ടിനെ പറ്റിയാണല്ലോ ചർച്ച. ലൈക്ക് നമുക്ക് ലാലേട്ടനും കൂടെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന പ്രോജക്റ്റ് ആൻഡ് യു ബീങ് എ പാർട്ട് ഓഫ് ഇറ്റ്, ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇറ്റ് പറയൂ, അല്ലെങ്കിൽ ആളുകൾ ചോദിക്കും. ഇറ്റ്സ് റിയലി റിയലി എക്സൈറ്റിംഗ്. കാരണം എനിക്ക് ഓഫ് കോഴ്സ് ഇതിൽ എല്ലാവരുടെയും ഹൈപ്പ് ഫാക്ടർ ഉണ്ട്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ഹൈപ്പ് ഫാക്ടർ ഡയറക്ടർ തന്നെയാണ് മഹേഷ് നാരായണൻ. അതെ അതെ. സോ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുറെ ഒരു ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. അതിൽ വിശാൽ ഭരദ്വാജ് ഉണ്ട്, മഹേഷ് നാരായണൻ ഉണ്ട്, ഡോൺ പാലാത്രയുണ്ട്, കോങ്കണ സെൻ, സുധാ കൊങ്കാര, ഇതൊക്കെ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലിസ്റ്റിൽ പെട്ട ഒരു വ്യക്തി എന്നെ ലൈക്ക് റീച്ച് ഔട്ട് ചെയ്ത് എൻ്റെ പെർഫോമൻസ് ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് കേട്ടപ്പോൾ അത് വളരെ ഒരു വലിയ ഹൈ ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു ശരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഡിഷന് വിളിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ഈശ്വര ഇതെവിടെ എത്തിപ്പെടും, കുഴപ്പമില്ല, എല്ലാവരും ജസ്റ്റ് ഒരു അവസരമായിട്ട് കാണുക. നമുക്ക് കിട്ടിയ അവസരം മുതലാക്കണമല്ലോ. ഇത് ഔട്ട്പുട്ടിനെ കുറിച്ച് നമുക്ക് എന്താണ് ആലോചിച്ചാൽ ചിലപ്പോൾ ആ പ്രോസസ്സ് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനോ നമുക്ക് ഡെലിവർ ചെയ്യാനോ ഇംപ്രസ് ചെയ്യാനോ കഴിയില്ല. അപ്പോൾ ആ അവസരം മുതലാക്കിയിട്ടാണ് പടത്തിന്റെ ഭാഗമായി മാറിയത്. എനിക്ക് ഒന്ന് മഹേഷേട്ടനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിഗർ ഉണ്ടല്ലോ ആക്ടേഴ്സിൽ, അത് എല്ലാ ആക്ടേഴ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വെദർ ഇറ്റ് ഈസ് ഒരു സ്റ്റാർ ആയാലും അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ഒരു 2-3 വർഷം വർക്ക് ചെയ്ത ഒരു ആക്ടർ ആയാലും ഒരു എക്സ്ട്രാ ആയാലും ബാക്ക്ഗ്രൗണ്ട് ആക്ടർ ആയാലും എല്ലാവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിഗർ ഉണ്ടല്ലോ. പെർഫെക്ഷൻ അല്ല പുള്ളി ഉദ്ദേശിക്കുന്നത്. ദർ ഈസ് എ സർട്ടൻ റിഗർ, ഒരു ഡിസിപ്ലിൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ശരിക്കും ഇറ്റ്സ് വെരി റിയഷോറിംഗ് ഫോർ ആക്ടേഴ്സ് ടു സീ ദാറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ, ഫിലിം ഇസ് ഇൻ ഗുഡ് ഹാൻഡ്സ്. Not revealing anything. No. It's a thriller. കുറച്ച് എന്താണ് ത്രില്ലർ ഉണ്ട്, ഡ്രാമ ഉണ്ട്, പറയാൻ പറ്റില്ല. At least tell me your experience with the legends, right? Crew ആയിട്ട് എന്തെങ്കിലും പറയൂ. അത് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇന്റിമിഡേറ്റിംഗ് സെറ്റ് ടു ബി ഓൺ. ലൈക്ക് അത് ഫസ്റ്റ് ഡേ പോയിട്ടും ഞാൻ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ഷെഡ്യൂളിലും സെയിം ലെവൽ ഓഫ് നെർവസ്നെസ് ആയിരുന്നു എനിക്ക്. അത് ഇല്ല, ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറെ നാളെടുക്കും. ഞാൻ എന്താണ് ഇവരെല്ലാം ലൈക്ക് കണ്ടു വളർന്ന ലെജൻസ് ആണല്ലോ. അവര് നമ്മള് ഓൾമോസ്റ്റ് കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചേരം ഇങ്ങനെ ബ്ലാങ്ക് ആയി പോകും. പിന്നെ ഓക്കെ വർക്ക് മോഡിലേക്ക് മാറണം. നമുക്കതിന് എഫക്ട് ചെയ്യാൻ, വർക്കിനെ എഫക്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ലൈക്ക് ഞാൻ ഫോക്കസിലല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കും ഓരോരുത്തർ പെർഫോം ചെയ്യുന്നത്. അത് ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും. ആൻഡ് ഇറ്റ്സ് ലവ്ലി ടു വിറ്റ്നസ് ദാറ്റ് ക്രാഫ്റ്റ്. അത് നമ്മുടെ കൺമുന്നിൽ തന്നെ അൺഫോൾഡ് ചെയ്യുന്നത് കാണാൻ ഒരു വലിയൊരു സ്പെക്ടക്കിൾ തന്നെയാണ്. പിന്നെ അത് of course എഡിറ്റിംഗും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ആവും എന്നുള്ളത് of course I can just imagine how good it will be, hopefully. അപ്പോഴും ഒന്നും പറയുന്നില്ല, പഠിച്ചു വന്നേക്കാണ്. ശരി, ഓക്കെ ഫൈൻ. പേട്രിയോട്ട് വിട്ടാലും എന്തൊക്കെയാണ് ഇനി ഉള്ളത്? ഇനി ഞാൻ ഇതിനിടയിൽ സലീം അഹമ്മദ് സർ ഡയറക്റ്റ് ചെയ്തൊരു പടം ചെയ്തിട്ടുണ്ട്. അതില് അർജുൻ രാധാകൃഷ്ണനാണ് എന്റെ ഹീറോ. One of my favorite actors. Yeah.
He's also a good friend. Tell just